ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്തു വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. യഥാർത്ഥ ശിഷ്യത്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാമോദീസായിലൂടെ ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മളൊക്കെ യഥാർത്ഥ ശിഷ്യന്മാരാണോ? യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ എന്നെ തന്നെ ത്യജിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. സ്വജീവനെ തന്നെ വെറുക്കാതെ. കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ടല്ലേ, ഞാനെന്ന ഭാവം വെടിയാനായിട്ട് പറ്റണം. സ്വാർത്ഥത വെടിഞ്ഞ് എളിമപ്പെടുന്നവനാണ് യഥാർത്ഥ ശിഷ്യനായിട്ട് തീരുവാനായിട്ട് സാധിക്കുക. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഏറി വരുന്നത് ഇതേ സ്വാർത്ഥതയാണ്. എല്ലാം എനിക്ക് വേണം, എൻ്റെ നേട്ടം, എൻ്റെ കാര്യങ്ങൾ, ഞാൻ എനിക്ക് തന്നെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ ഒരാളോട് വർത്തമാനം പറയുമ്പോൾ പോലും നമ്മുടെ ഈ വർത്തമാനത്തിന് ലക്ഷ്യമെന്ന അവരിൽ നിന്ന് എൻ്റെ ജീവിതത്തില് എൻ്റെ നേട്ടത്തിന് വേണ്ടി എന്താണ് ലഭിക്കുന്നത്? ഇത് സ്വാർത്ഥത ഏറി വരുന്ന വ്യക്തികളായിട്ട് മാറി. ഒരു തൂമ്പായുടെ സ്വഭാവം, എല്ലാം എനിക്ക് വേണം, ആരെ വേദനിപ്പിച്ചിട്ടാണ് ഞാനത് നേടിയെടുക്കും. ഈശോ നമ്മളോട് പറയുന്നത്, ഈ സ്വാർത്ഥത നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിനക്കൊരിക്കലും എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കത്തില്ല. നീ എന്നെ എടുക്കണം, നീ എളിമപ്പെടണം. പരിശുദ്ധ കന്യകാമറിയം നമുക്ക് ഏറ്റവും നല്ല ഒരു ഉദാഹരണം അല്ലെ. സ്വയം ത്യജിച്ച് ഈ എളിമപ്പെട്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് പരിശുദ്ധ അമ്മ തയ്യാറായി. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഞാനെന്ന ഭാവം സ്വാർത്ഥത വെടിഞ്ഞ് എളിമപ്പെടാനായിട്ട് തയ്യാറാവണം. നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യന്മാരാണോ? പലപ്പോഴും നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് തന്നെയല്ലേ. സ്വാർത്ഥതയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എല്ലാം നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെയായിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും യഥാർത്ഥ ശിഷ്യന്മാരല്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്കും ഈശോയുടെ യഥാർത്ഥ ശിഷ്യന്മാരാവാം. എളിമപ്പെടാം. ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് എൻ്റെ ജീവിതത്തില് എനിക്ക് ലഭിച്ചതൊക്കെയും എൻ്റെ ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാനായിട്ട്, നശ്വരമായ ഈ ലോക ജീവിതത്തില് എൻ്റെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട്, സ്വയം എളിമപ്പെട്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് മാറും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും സ്വയം എളിമപ്പെടാം. ഞാനെന്ന ഭാവം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ഒരു ശിശുവിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട്, അങ്ങനെ യഥാർത്ഥ ശിഷ്യന്മാരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.